കണ്ടില്ലേ നമ്മുടെ മൂത്ത പുത്രൻ വീട് എങ്ങനെയാ വൃത്തിയാക്കുന്നതെന്ന്. പോപ്പട്ടെ, എനിക്കൊരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാമോ? പോപ്പട്ടെ, എനിക്കൊരു ചൂട് ചായ ഉണ്ടാക്കി തരാമോ? പോപ്പട്ടെ, മാഡം പറഞ്ഞത് വീട് വൃത്തിയാക്കണമെന്നാണ്. പിന്നെ കുറച്ച് തുണി അലക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാ സാറിന്റെ കയ്യിൽ ടിപ്പും കിട്ടുമല്ലോ. ഇത് മേഡത്തിന്റെ വീടാണ്, അല്ലാതെ 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓർഡർ തരാനായിട്ട്. ഇന്ന് ഞാൻ ഒരു ജോലിയും ചെയ്യുകയില്ല. എനിക്കിന്ന് അവധിയാണ്. അതുമല്ല, ഞാനാണ് ഈ വീട്ടിലെ മൂത്ത മകൻ. എന്നാ വീട്ടിലെ മൂത്ത മകനെ ഇങ്ങനെയുമുണ്ടോ മൂത്ത മക്കൾ? ദേ ഇങ്ങനെ മടിപിടിച്ച് കുത്തിയിരുന്ന് ഓർഡർ മാത്രം കൊടുക്കുന്നയാൾ. അതായത് നീ ഇന്ന് ഒരു ജോലിയിൽ കൈ കടത്തില്ല. കൈ കടത്തുമല്ലോ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ, ഞാനത് കഴിക്കാം. നിങ്ങൾ TV വൃത്തിയാക്കിക്കൊള്ളൂ, ഞാൻ അതിരുന്ന് കണ്ടോളാം. നിങ്ങൾ ഫാൻ വൃത്തിയാക്കിയാൽ ഞാൻ അതിന്റെ താഴെ കിടന്നു ഉറങ്ങും. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ മാഡം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അകത്തേക്ക് വരൂ മിസ് മേത്ത, അകത്തേക്ക് വരൂ. പെർഫെക്റ്റ് ഹൗസ്. കണ്ണൻ എന്റെ മാരനവൻ, മാധവനോ മോഹമവൻ. പാടി വരും പാട്ടിലോ സ്റ്റെപ്പിടും ഞാനിതാ. ഞാൻ നിങ്ങൾക്ക് എന്റെ പെറ്റിനെ പരിചയപ്പെടുത്താം. അവരെല്ലാവരും ഇവിടെ വളരെ സ്നേഹത്തോടെയാണ് കഴിയുന്നത്, സത്യമായിട്ടും. ഇത് ബണ്ണി, ഇത് പാപ്പൻ, ഇത് ഹണി, ഇത് പെർഫെക്റ്റ്. പാടി വരും പാട്ടിലോ ചേർന്ന് വരും ഫേസിലോ. നിന്നെ കണ്ട നേരം എന്റെ ഉള്ളിൽ സംശയങ്ങൾ പലവിധം. ഇത് ഒരിക്കലും സോർദാറല്ല. അത് ഞാൻ പറഞ്ഞതല്ല മാഡം, ഇവന്റെ ഐഡി മാഡത്തിന്റെ കയ്യിൽ വേണം. ഇപ്പൊ അതേ ഫേക്ക് ഡോഗിയുമായി. ഇപ്പൊ ആണെങ്കിൽ ആൾമാറാട്ടത്തിന് നല്ല ശിക്ഷയാണ് കിട്ടുന്നത്. ഇവനെ കണ്ടിട്ട് ശരിക്കും എന്റെ പ്രീതിയെ പോലെ തന്നെയുണ്ട്. ഞങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കുക ഇത് ഞങ്ങളുടെ സോർദാറാണെന്ന്? ഞാൻ ഇപ്പൊ തെളിയിക്കാം. സോർദാർ, ഇങ്ങോട്ട് വരൂ. ദേ കണ്ടില്ലേ, അവൻ വന്നു. ഇത് പ്രീതിയല്ല. പ്രീതി ആയിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു. ഇവൻ ദാ വന്നു കഴിഞ്ഞു. ഇവൻ സോർദാറാണ്. വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. കണ്ടോ, അവൻ വീണു. വീണപ്പോ കരഞ്ഞിരുന്നെങ്കിൽ പ്രീതിയാന്ന് പറയായിരുന്നു. പക്ഷെ ഇവൻ കരഞ്ഞതേ ഇല്ല. എനിക്കും ഉണ്ടായിരുന്നൊരു പെറ്റ് പ്രീതി, എങ്ങോട്ടോ ഓടിപ്പോയി. സോർദാർ, പ്ലീസ് നീ ഇന്ന് ഇവരോടൊപ്പം അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം മുഴുവൻ നിൽക്കാമോ? ശരി, എന്നാൽ എന്നോടൊപ്പം ഇവർ 3 പേരും ഉണ്ടാകണം. പെർഫെക്റ്റ്. പാടി വരും പാട്ടിലോ വന്ന് ചാടി മുന്നിലായി. എന്റെ കൂടെ നീ വരും കൊണ്ടുപോയിന്ന് ഞാൻ. ഇന്നു ഞാൻ പോകൂ സർദാർ. അകത്തേക്ക് വരൂ കുട്ടികളെ. ഇത് മേക്കപ്പ് ടൈം. പെർഫെക്റ്റ്. ഞാൻ എന്റെ പ്രീതിക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോ അവള് തിരിച്ചെടുത്ത് കൊണ്ടുവരുമായിരുന്നു. ഓടി ഇപ്പോൾ എന്റെ തല കറങ്ങുകയാണ്. നിങ്ങളുടെ പ്രീതി എന്താ ബാറ്ററി ആണോ കഴിക്കുന്നത്? ഇത്രയും നേരം ഓടിയിട്ടും ഒരു കിതപ്പ് പോലും ഉണ്ടാകാതിരിക്കാൻ. അല്ല, ഇത്ര അടുത്ത് ബോൾ എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? പ്രീതി ഒരുപാട് ദൂരം ഓടിപ്പോയി ബോൾ എടുത്ത് കൊണ്ടുവരുന്നല്ലേ മേഡം പറഞ്ഞത്? സോർദാർ, പോകൂ, പോയി ബോൾ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. I am sorry.
അഥവാ ആരെങ്കിലും എന്നോട് തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് വേൾഡ് ടൂർ അല്ലെങ്കിൽ ഗദ്ദ എങ്കിൽ ഞാൻ ഗദ്ദയെ തിരഞ്ഞെടുക്കൂ. നിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടു ഞാൻ ഇന്ന് ഇത്രയും മതി, നിർത്തിടാം, പോയിടാം. രക്ഷപ്പെട്ടു. എന്നാൽ എന്റെ പ്രീതി ക്ഷീണിക്കുമ്പോഴുണ്ടല്ലോ അവൾ പോക ചെയ്തിരുന്നു. പോകയോ? പോർച്ചയും യോഗയും ഒരുമിച്ച് പോകാ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്റെ കാലുകൾ തമ്മിൽ പിണഞ്ഞുപോയി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പുകയാകും. അടിച്ചു പൊളിച്ചു തിമിർത്തു. മൊബൈലിൽ കോൾ വരുമ്പോ പോലും ഇത്രയും വൈബ്രേഷൻ ഉണ്ടാവില്ല സർദാർ. പെർഫെക്റ്റ്. ഇത് പ്രീതിയല്ല, നിനക്ക് പോർച്ച ചെയ്യാനേ അറിയില്ല. ഇത് കൊള്ളാലോ, സോർദാർ ദേ വോളിബോളായി മാറിയിട്ടുണ്ട്. പെർഫെക്റ്റ്. പാടി വരും പാട്ടിലോ പാട്ടിലോ പാട്ടിലോ. മിസ് മെഹത്ത, തറ തുടയ്ക്കാൻ ഇപ്പൊ പോകുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ സൈഡ് നന്നായി തൂത്തുവാ തൂത്തുവാ തൂത്തുവാ. ഇപ്പൊ തന്നെ തൂത്തുവാരാം. പെർഫെക്റ്റ്. ഇത് വൃത്തിയായിട്ടേ ഇല്ല. മൂലയിലേക്ക് നന്നായി വൃത്തിയാക്കണം. കോണിൽ മാത്രമല്ലേ വൃത്തിയാക്കാതെ ഉള്ളൂ. വീട് ഇത്രയും വൃത്തിയാക്കിയിട്ടും മാഡത്തിന് ആ കോണിൽ മാത്രമാണോ വൃത്തികേടായിട്ട് തോന്നിയത്? എടാ സോർദാറെ, മേഡത്തിന്റെ പ്രീതി എല്ലാം മുക്കും മൂലം വരെ വൃത്തിയാക്കും. അപ്പൊ പിന്നെ നിനക്കും ചെയ്താൽ എന്താ? സത്യമാണ് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞത്. കണ്ടില്ലേ നമ്മുടെ മൂത്ത പുത്രൻ വീട് എങ്ങനെയാ വൃത്തിയാക്കുന്നതെന്ന്? പെർഫെക്റ്റ്. നന്നായിട്ട് വൃത്തിയാക്കി, ശരിക്കും എന്റെ പ്രീതിയെ പോലെ. മാഡത്തിന്റെ പ്രീതി എന്താ ഒന്നും കഴിക്കാറില്ലായിരുന്നോ? അത്രയും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇതിനു ശേഷം ബീച്ചിൽ പോയി മസാജ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് പോകാം. മസാജ് ചെയ്യുന്ന ആൾ എവിടെ പോയി? അതെ, പ്രീതി തന്നെയായിരുന്നു മസാജ് ചെയ്തിരുന്നത്. പ്രീതി എന്താ സ്വന്തമായിട്ട് മസാജ് ചെയ്യിക്കില്ലായിരുന്നോ? ഞാൻ അതൊന്നും അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. പാടി വരും പാട്ടിലോ ഓയിലിട്ട് തിരുമ്മി വാ. കുറച്ചുകൂടി മുകളിൽ അമർത്തന്നേ. കൊള്ളാം, സോർദാറിന്റെ കൈ ഏതായാലും കൈപ്പുണ്യുള്ള കൈ തന്നെ. ഇവരുടെ പ്രീതിയെ ഇപ്പൊ ഇവരെക്കാളും കാത്തിരിക്കുന്നത് ഞാനാണ്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം പൊക്കാണ്. എന്നെ നോക്കി ചിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വേഗം പറയൂ മാഡം, ഇതിനുശേഷം പ്രീതി എന്തൊക്കെയാ ചെയ്തിരുന്നത്? ഇതിനുശേഷം ഞാൻ പ്രീതിയെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു. ശരിയെന്നാൽ കാർ എവിടെന്ന് പറയൂ. പ്രീതി കാറിലൊന്നും കേറുകില്ല കേറുകില്ല കേറുകില്ല. അതുകൊണ്ട് അവൾ എന്നെ പുറത്തിരുത്തിയാ കൊണ്ടുപോയിരുന്നത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. വീട്ടിലെ മൂത്ത പുത്രൻ ഇപ്പതാ രഥമായിരിക്കുന്നു. ഓടി വരും പ്രീതിയോ പ്രീതിയോ പ്രീതിയോ. അടുത്ത ലൈൻ പാടരുത്. എന്റെ ഹൃദയമടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിന്റെ പ്രീതി എന്താ റെസ്റ്റ് ഒന്നും എടുത്തിരുന്നില്ലേ? അത്രയ്ക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. മതി, ഞാൻ ഇനി ഒന്നും തന്നെ ചെയ്യുകയില്ല. ഒന്നും. നിങ്ങളുടെ മകൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കത് ബാധകമേ അല്ല. ഇനി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. ആയിക്കോട്ടെ, ഞാൻ പറയാൻ വന്നത് എന്റെ പ്രീതി ഇതിനുശേഷം കിടന്ന് ഉറങ്ങുമെന്നാണ്. പക്ഷെ ഇനി നീ നിന്റെ ഉറക്കം നിർത്തണം. നിർത്തണം, നിർത്തിക്കോ. ഒന്ന് മാത്രം പറയേ, മാഡത്തിന്റെ പ്രീതി ഇത്രയധികം ജോലി ചെയ്തിരുന്നതിന് പ്രതിഫലമായിട്ടൊന്നും വാങ്ങിയിരുന്നില്ലേ? ഒരു പ്രാവശ്യം അവൾ എന്നോട് ചോദിച്ചതാ. എന്നിട്ട് അതിനുശേഷം ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ പ്രീതി എന്നെ തോളിലേറ്റി പോകുമ്പോൾ ഒരിക്കലും ക്ഷീണിച്ചിരുന്നില്ല. എനിക്ക് ഒരു പ്രാവശ്യം മാഡത്തിന്റെ പ്രീതിയുടെ ഫോട്ടോ കാണിക്കാമോ? എനിക്ക് തോന്നുന്നത് ഇത് പ്രീതിയുടെ ഫോട്ടോ അല്ലെന്നാണ്. ഇതിനെ കണ്ടിട്ട് കുതിരയെ പോലെയുണ്ട്. ഹേയ് അല്ല, ഇത് തന്നെയാണ് പ്രീതിയുടെ ഫോട്ടോ. ഒരു മിനിറ്റ്.
പെർഫെക്റ്റ്. നിന്നെ കണ്ടിട്ട് പ്രീതിയെ പോലെ തോന്നുന്നേ ഇല്ല. ഒരു പക്ഷേ നീ നാലുകാലിൽ നിൽക്കുന്ന കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. എനിക്ക് കാഴ്ചക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതാ. സോറി. എനിക്ക് നിന്നെ കണ്ടപ്പോ പ്രീതിയെ പോലെ തോന്നി. മാപ്പ് തരൂ സോർദാർ. മാഡത്തിന് ഇങ്ങനെ പാട്ട് പാടിയാൽ മതിയല്ലോ. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുകയില്ല.